ആറ്റിങ്ങലിൽ യുവാവിന്റെ മൃതദേഹം നദിയിൽ നിന്നും കണ്ടെടുത്തു. വാമനപുരം നദിയിലേക്ക് ചാടിയ അവനോഞ്ചേരി സ്വദേശി അരുൺ ആർ.വി. എന്ന 42-കാരന്റെ മൃതദേഹമാണ് രാവിലെയോടെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം കണ്ടെടുത്തത്. വൈകുന്നേരം 3:30 കൂടിയാണ് ഈ സംഭവം നടന്നത്. പക്ഷെ നമുക്ക് മെസ്സേജ് കിട്ടിയത് രാത്രി 10 മണിയോട് കൂടിയാണ്. 10 മണിക്ക് എന്നെ അറിയിച്ചായിരുന്നു. അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്ത ശേഷം കിട്ടാൻ സാധിച്ചില്ല. സ്കൂബ ടീമിന് രാത്രി സെർച്ച് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ലൈറ്റ് വരുന്ന സമയത്ത്. KSRTC പാപ്പനംകോട് ഡിപ്പോയിലെ കണ്ടക്ടറായിരുന്ന അരുൺ ആർ.വി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 3:30 മണിയോടെ ഭാര്യയെ മൊബൈലിൽ വിളിച്ചറിയിച്ചതിന് ശേഷമാണ് നദിയിലേക്ക് ചാടിയത്. പിന്നെ ആ ഫോണിലേക്ക് തിരിച്ച് വിളിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അരുണാണ് വിളിച്ചത്. ഫോൺ മേടിച്ച് വിളിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ പൂമ്പാറ ആറ്റിന് സമീപത്ത് അദ്ദേഹം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന ടീം ഇവിടെ ഇന്നലെ രാത്രിയോടെ ഇവിടെ വരികയും രാത്രി സെർച്ചിങ് നടത്തുന്നത് സാധിക്കാത്തൊരവസ്ഥയിൽ രാവിലെ മുതൽ ഫയർഫോഴ്സ് സ്കൂബ ടീം ഒന്ന് സെർച്ചിങ് നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇയാളുടെ സ്കൂട്ടി പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയെങ്കിലും യാതൊന്നും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെയോടെ സ്കൂബ ടീം സംഘം നടത്തിയ പരിശോധനയിലാണ് അരുണിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ആറ്റിങ്ങൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റീബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.